ബഹുമാനിയായിരിക്കുന്ന ദേശനിവാസികൾക്ക്, മാതാപിതാക്കൾക്ക്, സഹോദരി സഹോദരന്മാർക്ക്, കുട്ടികൾക്ക് എല്ലാം വേഗം വരുന്നവരായിരിക്കുന്ന യേശുക്രിസ്തുവിൻ നാമത്തിൽ വന്ദനങ്ങളെ പറയുക. And we are giving our greetings to those to everyone in this place and all the civilians and the parents and the children and everyone in the name of Jesus Christ. ഈ സുവിശേഷത്തിന്റെ സന്ദേശം ചെന്നിരിക്കുന്ന ഇടങ്ങൾ മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. And wherever this message of gospel was heard, there all the places was blessed. ആയതിനാൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ, ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. And therefore when you hear this message and when you hear this voice, you will be blessed. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നുമാണ് നിങ്ങളുമായി ഞങ്ങൾ സന്ദേശം പങ്കുവയ്ക്കുന്നത്. And we are going to share our message through the word of God. എന്താണ് വേദപുസ്തകം നമ്മോട് സംസാരിക്കുന്നത്? What does the word of God speaks to us? ഈ ലോകത്തിൽ അനവധിയായിരിക്കുന്ന പുസ്തകങ്ങളുണ്ട്. There in this world there are many books. അത് നമുക്ക് വളരെ അനുഗ്രഹമാണ്. And that is a great blessing for നമുക്ക് us. നല്ല അറിവുകൾ നൽകി തരുന്നതാണ്. It will give us knowledge. പുതിയ ആശയങ്ങൾ നൽകി It തരുന്നതാണ്. gives us many thoughts. നമ്മെ പുതിയ ഉണർവുകൾ കൊണ്ടുവരുന്നതാണ്. It gives us the revival. വളരെ നമ്മെ ശക്തിപ്പെടുത്തുന്നതും അറിവ് നൽകുന്നതുമായിരിക്കുന്ന നിരവധി പുസ്തകങ്ങൾ ഈ ലോകത്തിൽ ഉടലെടുത്തിട്ടുണ്ട്. And there came many books which strengthened us and which gave us knowledge. വേദപുസ്തകം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിന്റെ ഒരു മതഗ്രന്ഥമല്ല. വേദപുസ്തകം എന്ന് പറയുന്നത് But Bible is not a religious book, but അത് പിതാവ് തന്റെ മക്കളോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്ന പിതാവിന്റെ ഒരു ലൗലത്തിലാണ് ബൈബിൾ. Basically the Bible is a love letter which the father gives to his son. അപ്പനിൽ നിന്നും അകന്നുപോയ മക്കളെ തേടിയുള്ള അപ്പന്റെ കത്താണ് ബൈബിൾ എന്ന് പറയുന്നത്. Bible is a letter which the father is giving to the son, which was first day for prodigal. നിങ്ങൾ ഇതുവരെയും ബൈബിൾ വായിക്കാത്തവരാണ്. And if you never have read Bible, ഈ ഭൂമിയിൽ ഒത്തിരി അറിവുകൾ നൽകുന്ന വലിയ എഴുത്തുകാരുണ്ട്, ഫിലോസഫേഴ്സ് ഉണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമ്മൾ വായിക്കുന്നവരാണ്. എന്നാൽ നമ്മൾ ബൈബിൾ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിരിക്കുന്നു. ബൈബിൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വായിക്കേണ്ടത് ആവശ്യമായിരിക്കും. we should mustly read the Bible once. Cable. പറഞ്ഞോ. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ നിരവധി പുസ്തകങ്ങൾ വായിക്കുക ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. And I was a person who really wanted to read many books at എസ് കെ പൊറ്റക്കാടിന്റെയും as like S.K. Pottekad പെരുമ്പളവൻ ശ്രീധരന്റെയും and as like Perungadu Caesar. അങ്ങനെ നിരവധിയായിരിക്കുന്ന വ്യക്തികളുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ആളാണ്. വളരെ ആഗ്രഹത്തോടും കൂടി ആർത്തിയോടും ആഗ്രഹത്തോടും കൂടി വായിച്ചിട്ടുള്ള ആളാണ്. And I was a person who wished to read many books. അരുന്ധതിയുടെ പുസ്തകങ്ങൾ വായിച്ചു. I like the books of Arithiro. കാലഘട്ടത്തിലെ ശക്തരായിരിക്കുന്ന വ്യക്തികളിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തികളുടെ പുസ്തകങ്ങൾ വായിക്കുവാൻ തകഴി ശിവശങ്കരൻ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടായിരുന്നു. And I used to read many books of great mighty people like Tagari. അതെല്ലാം ഞാൻ വായിച്ചു. എനിക്ക് വളരെ അനുഗ്രഹമായി. And I read those books and it was really a blessing for me. നാമും അതുപോലെ അനവധി പുസ്തകങ്ങൾ വായിക്കുന്നവരാണ്. And we all are people who read many books like that. എന്നാൽ നമ്മുടെ ജീവിതയാത്രയിൽ ഒരു പ്രാവശ്യമെങ്കിലും ബൈബിൾ വായിക്കണം. But in our lives we should read at least once Bible. ബൈബിൾ വായിക്കുമ്പോഴാണ് നാം ആരായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. And by reading Bible we will know who we are. ഇപ്പോൾ നമ്മൾ അരുന്ധതിയുടെ പുസ്തകം വായിക്കാമെന്ന് വിചാരിക്കുക. And I think we are reading the book of മയ്യഴിപ്പുഴയുടെ തീരങ്ങളുള്ള പുസ്തകം വായിക്കാമെന്ന് വിചാരിക്കുക. think we are reading the book of Mayurithura. സാറിന്റെ കയറെന്ന് പറയുന്ന പുസ്തകം വായിക്കാമെന്ന് വിചാരിക്കുക. think we are reading the book Rock. പക്ഷേ അവരെല്ലാം എഴുതിയതിനു ശേഷം അവരെല്ലാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുവാനുള്ളതായിരിക്കും. But after writing these books, they were all removed from the world. എഴുത്തുകാരെല്ലാം മൺമറഞ്ഞു പോകുവാനിടയായിത്തീർന്നു. The writers were all dead. അവർക്ക് ലഭിച്ച ആശയങ്ങൾ and the thought which they had, നവോത്ഥാന ചിന്തകൾ
നവോത്ഥാന ചിന്തകൾ, and all the thoughts which they had. അങ്ങനെ പല പല ആശയങ്ങൾ മനുഷ്യന് മാറ്റം വരുന്ന പല വിധത്തിലുള്ള ആശയങ്ങൾ അവർ കൈമാറുവാനിടയായിത്തീർന്നു. And many thoughts and imaginations they shared. അതെല്ലാം സമൂഹത്തിൽ പരിവർത്തനങ്ങൾ കൊണ്ടുവരുവാനിടയായി. And it gave evolution in the society. എന്നാൽ അവരുടെ കാലഘട്ടം കഴിഞ്ഞു, അവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. And after their time they died. എന്നാൽ ബൈബിൾ വായിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? But while reading Bible, ബൈബിൾ വായിക്കുമ്പോൾ while reading the Bible, എഴുത്തുകാരൻ നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. at that time the reason is the writer is with us. എല്ലാ തിരുവെഴുത്തുകളും ദൈവനിശ്വാസ്യമായിരിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. And the word of God says that every word of God is of God. നമ്മൾ വേദപുസ്തകത്തിന്റെ ഓരോ പേജുകൾ മറിച്ച് 31,783 വാക്യങ്ങളുണ്ട്. അതിലെ ഓരോ പേജുകൾ മറിച്ച് നമ്മൾ വായിക്കുമ്പോഴും ആ എഴുത്തുകാരൻ നമ്മോട് കൂടെ ഇരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. And when we turn the pages of the Bible, there is 31,109 verses in the Bible, and when we read that, the author is with us. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത എന്താണ്? And what is the characteristics of the word of God? ദൈവ വചനത്തിൽ ജീവനുണ്ട്. The word of God has life. ദൈവവചനം ജീവനും And the word of God is life, ചൈതന്യവും ഉണ്ട്. and it has motion. ദൈവവചനം വായിക്കുമ്പോൾ അത് നമ്മിൽ ജീവനായി മാറുകയാണ്. And when we read the Bible, it becomes as life to us. അത് അക്ഷരമല്ല, It is not just alphabet. അതിനകത്ത് ജീവനുണ്ട്. Indeed, there is word, there is life. അത് നമുക്ക് ചൈതന്യം നൽകുന്നതാണ്. It gives us strength. ദൈവത്തിന്റെ വചനം And the word of God, ജീവനുള്ളതും it is life, ചൈതന്യമുള്ളതായി and it has strength. നമ്മൾ ആ ചൈതന്യം വെളിപ്പെട്ടു വരുവാനിടയായിത്തീരും. And there's going to be ഏത് മനുഷ്യനിലേക്കും ജീവൻ വെളിപ്പെട്ടു the വരുവാനിടയായിത്തീരും. life will be in every man. അതിനാൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, And that is why we are saying, ബൈബിൾ വായിക്കുക. read the Bible. ബൈബിൾ വായിക്കുമ്പോഴാണ് നമുക്ക് നമ്മെ കുറിച്ച്, മനുഷ്യനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ബൈബിൾ വായിക്കണം. And if we should know about the man, we should read the Bible. വചനം പറയുന്നു, The word of God says, ദൈവം God മനുഷ്യനെ in man, He created man, ഭൂമിയിലെ മണ്ണുകൊണ്ട് and through the sand of the world, ദൈവം തന്റെ സ്വരൂപത്തിലും and in the likeness of God, സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. and in His own image He created മനുഷ്യൻ എന്ന് man. പറയുന്നത് And the man, ഈ ശരീരം മാത്രമല്ല, it is not just his body. മനുഷ്യനില് In the man, ഒരു ശരീരവും there's a body, there's a ഒരു spirit, ദേഹിയുമുണ്ട്. and there's a soul. യഥാർത്ഥത്തിൽ And really, മനുഷ്യൻ ആത്മാവാണ്. the man is the spirit. അവനൊരു ശരീരത്തിൽ വസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. He is just a being in the body. അവന് ഒരു മനസ്സുണ്ട്. There is a mind in him, അവിടെയാണ് വികാരങ്ങളും and there is വിചാരങ്ങളും emotions and ഇച്ഛകളുമുള്ളത്. thoughts, and there is motion. അപ്പൊ മനുഷ്യന്റെ ആത്മാവിനെ വഹിക്കുന്ന ഒരു പാത്രമായിരിക്കുന്നു ഈ ശരീരം എന്ന് And പറയുന്നത്. this body is just a bowl which takes care of the spirit. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, That is why the words of God നിങ്ങളുടെ says, ശരീരം your ദൈവത്തിന്റെ മന്ദിരമായിരിക്കും. body is the temple of God. ദൈവം വസിക്കുന്ന മന്ദിരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. The temple of God which God lives is our body. ദൈവം നമ്മിലാണ് വസിക്കുന്നത്. God lives in us എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ സൃഷ്ടികളായിരിക്കുന്നു ഞാനും നിങ്ങളും. because we are the creation of God. ഈ കാണുന്നതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളാണ്. And whatever we see is now is creation of ഈ God. കാണുന്ന എല്ലാത്തിനും ദൈവത്തിന്റെ സാന്നിധ്യമില്ല. But everything here does not have the presence of എല്ലാം God. ദൈവത്തിന്റെ സൃഷ്ടികളാണ്. Everything is the creation of ഇവിടെ God. കാണുന്ന Whatever He sees, നക്ഷത്രങ്ങൾ, the stars, ഈ നിൽക്കുന്ന വൃക്ഷങ്ങൾ, and the